നമസ്കാരം. ഞാൻ ഈ മെസ്സേജുകളൊക്കെ യൂട്യൂബിൽ ചെയ്യുമ്പോൾ ഒരുപാട് പേര് തുടക്കം മുതലേ കണ്ടവരുണ്ട്. എൻ്റെ ആദ്യ മെസ്സേജ് മുതലേ എല്ലാം കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇപ്പോഴും അതിൽ പലരും എൻ്റെ ഓരോ മെസ്സേജുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പലതും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കത് പിടികിട്ടുന്നില്ല. കാരണം ഇതിന്റെ പിറകിലൊക്കെ കുറെ മർമ്മങ്ങളുണ്ട്. ഈ മർമ്മങ്ങൾ ഗ്രഹിച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. ഇതിൽ ഒന്നാമത്തെ മർമ്മം, പലരും ചോദിക്കുന്നൊരു കാര്യം, ഇത് ദൈവത്തിന് ഇഷ്ടമുണ്ടോ, ഇത് ദൈവത്തിന്റെ കണ്ണിൽ തെറ്റാണോ, ഇത് ദൈവത്തിന്റെ കണ്ണിൽ ശരിയാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ചോദിക്കുന്നുണ്ട്. അത് ഈ 8-9 മാസത്തോളമാവും ഞാൻ മെസ്സേജ് കൊടുത്തു തുടങ്ങിയിട്ട്. അപ്പൊ അപ്പോഴും മുതലേ കാണുന്നവർ പോലും ഇപ്പോഴും എന്റെ അടുത്ത് ചോദിക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് ദൈവത്തിന്റെ തെറ്റാണോ, ആ ദൈവത്തിന് ഇഷ്ടപ്പെടുവോ, ദൈവത്തിന്റെ നിയോഗം ശരിക്കും ഞാൻ ഈ ചെയ്യുന്നത് പോലെയാണോ, ഇങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എന്റെ അടുത്ത് ദൈവം പറയുന്നത് അറിവുകൾ മാക്സിമം ആൾക്കാർക്ക് കൊടുക്കുക. കാരണം എല്ലാ മേഖലയെക്കുറിച്ചും എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന അറിവുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതാണ് എന്റെ ജോലി. കാരണം ദൈവത്തിന്റെ ഹൈ ഡയമെൻഷൻ, ആ ഒരു വലിയ തലത്തിൽ മുതൽ അവിടെ നിന്ന് താഴോട്ടിറങ്ങി നരകം എന്ന് പറയുന്ന അതിമ്ലേച്ഛ സ്ഥലത്ത് വരെ ആത്മാക്കൾക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഒരു പ്രധാന മർമ്മം. ഇത് നിങ്ങൾ പോയിന്റാക്കി പഠിച്ചു വെച്ചോളണം. അപ്പൊ ഹൈ തലത്തിൽ മുതൽ തൊട്ട് താഴത്തെ തലം, കുറച്ചുകൂടെ താഴത്തെ തലം, അങ്ങനെ പോസിറ്റീവിൽ തന്നെ ഹൈ തലം മുതൽ ഒരുപാട് തലങ്ങൾ താഴെ വരെയുണ്ട്. ഇതെല്ലാം ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ സൃഷ്ടാവ ദൈവത്തിന്റെ മറ്റ് ഡയമെൻഷനിലെ ഓരോരോ തലങ്ങളാണ്. ഇനി അവിടെ നിന്നും താഴോട്ടിറങ്ങി നെഗറ്റീവ് കൂടി താനെ ഫുൾ നെഗറ്റീവായി നിൽക്കുന്ന നരകം എന്ന് പറയുന്ന ആ സെക്ഷനിലോട്ടും ആത്മാക്കൾ പോകും. അതായത് പോസിറ്റീവിലേക്ക് പോകേണ്ട ആത്മാക്കൾ ഭൂമിയിലുള്ള ജീവിത സുഖവും ആ സന്ദർഭങ്ങളിൽ ആ അവസരത്തിലും മനസ്സ് മാറി വന്നത് ലക്ഷ്യം തെറ്റിയിട്ട് നെഗറ്റീവിൽ ആശ്രയിച്ച് അതിൽ ആകർഷിതമായി അങ്ങോട്ട് പോകുന്ന ആത്മാക്കൾക്ക് ശിക്ഷ എന്നോണം ഈ നരകം എന്ന ഡയമെൻഷനെ അവർക്ക് കിട്ടുള്ളൂ. ഇനി അവർക്ക് പുനർജന്മവും ഇല്ല. കാരണം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും സുഖം ഇതാണ് എന്ന് പറഞ്ഞ് പോകുന്നവർക്ക് ആ ഡയമെൻഷനിലോട്ട് പോകേണ്ടി വരും. എന്നാൽ ആ ഡയമെൻഷനിൽ നിന്ന് വന്ന ആത്മാക്കളുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. അവർ വന്നതേ ആ ഡയമെൻഷനിൽ നിന്നാണ്. എന്തിനാണ് വന്നത്? പോസിറ്റീവിൽ പോകേണ്ട ആത്മാക്കളെ തെറ്റിക്കാൻ എന്ന രീതിയിൽ ഒരുപാട് ആത്മാക്കൾ നെഗറ്റീവ് ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അവരാണ് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന് മാക്സിമം പോസിറ്റീവിലോട്ടാണ് ആൾ കേട്ടേണ്ടത്. കാരണം പോസിറ്റീവ് തലത്തിലാണ് മെയിൻ ഫില്ലിംഗ് നടക്കേണ്ടത്. അപ്പൊ ഫുൾ പോസിറ്റീവിലേക്ക് എത്തേണ്ട ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒറ്റയ്ക്കായിരിക്കും. ഒരു സ്ത്രീ ആണെങ്കിലും ഒറ്റയ്ക്ക് ഭർത്താവൊക്കെ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ വിട്ട് അകന്നും നിൽക്കുകയോ ഒക്കെ ചെയ്ത് അവസാനം ഒറ്റയ്ക്കുള്ള സ്റ്റേജില് മക്കളും വേണ്ടാതെ വരും. മക്കളും വേണ്ട, ഭർത്താവ് കാണില്ല, ഭർത്താവിനെ ഭാര്യയെ ഉപേക്ഷിക്കാൻ നിവൃത്തിയില്ല, അതുപോലെ ഭർത്താവിന് ഭാര്യയെ ഉപേക്ഷിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഒന്നുകിൽ മരണം സംഭവിക്കും. ഒന്നുകിൽ ആദ്യം ഭർത്താവ് പോവുകയോ ഇല്ലെ ഭാര്യ ആദ്യം മരിച്ചു പോവുകയോ ചെയ്തിട്ട് ഒരാളായിട്ട് ലാസ്റ്റ് മിച്ചം വരും. അവസാനം ബാക്കി വരും. ആ ബാക്കി വരുന്ന ഏകമായി നിൽക്കുന്ന വ്യക്തിക്ക് ഫുൾ പോസിറ്റീവിലേക്ക് അവസാന കാലത്ത് എത്താൻ കഴിയുള്ളൂ. അല്ലാതെ ആർക്കും എത്താൻ കഴിയൂല. മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് പോസിറ്റീവിലേക്ക് പോകാൻ പറ്റൂല. പിന്നെ അതിന്റെ തൊട്ട് താഴത്തെ ഏതെങ്കിലും തലത്തിലേക്ക് എത്തും എന്നേ ഉള്ളൂ. പൂർണ്ണമായി ഏകപ്പെട്ട ഒരു ലെവലിലേക്ക് വന്ന് അതിലാണ് തൃപ്തി എന്ന് മനസ്സിലാക്കി ഫുൾ ദൈവം മാത്രം മതി എന്ന ലെവലിൽ മനസ്സ് ഏകാഗ്രതമായി അതിലേക്ക് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലെ ഒരാൾക്ക് ഫുൾ പോസിറ്റീവിലേക്ക് എത്താൻ പറ്റുള്ളൂ, ഹൈ തലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഈ പറയുന്നത് പോലെ മണിക്കൂറുള്ള ധ്യാനവും ആ ദൈവോട്ട് അലിഞ്ഞു ചേർന്നുള്ള ആ ഒരു ഇരിപ്പും ആ ഒരു ലെവലിലേക്കൊക്കെ വരേണ്ടത് അപ്പോഴാണ്. അപ്പൊ ഫുൾ പോസിറ്റീവിലേക്ക് എത്തും. ഈ കാര്യങ്ങളാണ് ഇപ്പൊ യൂട്യൂബിലൂടെയൊക്കെ ഓരോരുത്തർ ഈ കുടുംബ പ്രശ്നങ്ങൾ വഴക്കുമായിട്ട് നിൽക്കുന്ന കുടുംബത്തിനൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാം ദൈവത്തിലേക്ക് അലിയാൻ വേണ്ടിയിട്ടുള്ള ഫുൾ ലെവൽ അവസാനത്തെ കാര്യമാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് അവർക്കും അറിഞ്ഞുകൂടാ, കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്കും പിടികിട്ടൂല. ഇത് അവസാന ഒരു സ്റ്റേജാണ്. പണ്ടുള്ള ഋഷിവര്യന്മാരൊക്കെ ഒറ്റയ്ക്കിരുന്ന് ആ ഒരു സ്റ്റേജ് അനുഭവിച്ച് ആ ഒരു സ്റ്റേജിൽ ഇരുന്നും കൊണ്ട് അവരുടെ ശിഷ്യർക്കൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ ഇരുന്ന് ഓരോരുത്തര് തിന്നും കുടിച്ചും മതിച്ചും സുഖിച്ചും ജീവിച്ചിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഈ കാലഘട്ടത്ത് ഇതിന്റെയൊക്കെ ഞാൻ ഈ പറയുന്നത് പോലുള്ള സത്യാവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക മനുഷ്യർക്ക്. ഞാൻ ഫുൾ പോസിറ്റീവ് ഒന്നായിട്ടൊന്നുമില്ല. എന്റെ ലക്ഷ്യം അവസാന കാലത്ത് ഫുൾ പോസിറ്റീവിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇപ്പോഴും ഞാനും സാധാരണ മനുഷ്യനെ പോലെ പോസിറ്റീവ്, മാക്സിമം പോസിറ്റീവായി ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ലെവൽ എന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റൂല. ആ ലെവലിൽ എനിക്ക് ഇപ്പൊ എത്താൻ പറ്റൂലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഒറ്റയ്ക്കാവണം. ഇങ്ങനെ ഈ യൂട്യൂബിലൂടെ പോലും ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റൂല ആ സ്റ്റേജിൽ. അങ്ങനെ ആയാൽ പോലും കമന്റുകൾ വായിക്കണം, കമന്റുകൾ നോക്കണം. അപ്പൊ അതുപോലെ ഇല്ലാത്ത ലെവലിലേക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഏകമായി ഇരിക്കുമ്പോഴാണ് ഈ ഫുൾ പോസിറ്റീവിലേക്ക്. ആഹാരം പോലും നമുക്ക് വേണ്ടി വരില്ല. ഒരു വിധത്തിൽ ഒരു എനർജിയും വേണ്ടല്ല, പ്രകൃതി നിന്ന് എനർജി കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ എത്തും. അപ്പൊ അതുവരെ നമുക്ക് ഇതൊന്നും പറ്റൂല. ആ സമയത്താണ് കാശൊക്കെ വാങ്ങിച്ച് കാശ് ഇത്ര രൂപ റേറ്റും പറഞ്ഞ് ആ തലം ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ പ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ അതൊന്നും അല്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു മർമ്മം, നമ്മൾ കുടുംബപരമായിട്ട് ജീവിക്കുമ്പോൾ ആ കുടുംബപരമായിട്ടുള്ള ജീവിതത്തിൽ ആദ്യം വിജയിച്ച് ഇപ്പൊ ഗൃഹസ്ഥാശ്രമം എന്നൊക്കെ പറയുന്നത് പോലെ അത് സക്സസ് ആക്കി കാണിക്കുക. അതല്ലാത്ത ഒരു വ്യക്തിക്കും ഈ ആത്മീയം ഹൈത്തരം ഫുൾ പോസിറ്റീവ് ചിന്തിച്ചിട്ട കാര്യമേ ഇല്ല. നമുക്ക് ലക്ഷ്യം വെക്കാം. നമ്മൾ അവസാന സമയത്ത് അല്ലെങ്കിൽ കുറെ വളർന്നു വരുമ്പോൾ ഈ മേഖലയെല്ലാം ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തണം എന്ന് നമ്മൾ ഇപ്പോഴേ ലക്ഷ്യം വെക്കാം. ഇപ്പൊ നമുക്കൊരു ഡോക്ടർ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലോ ചേരുമ്പോൾ ലക്ഷ്യം എന്താണ്? ഡോക്ടർ ആകണം എന്ന് പറഞ്ഞ് ഇപ്പോഴേ ആ ബുക്ക് എടുത്തിട്ട് പഠിക്കാൻ വല്ല ഉപയോഗമുണ്ടോ? ഒരു ഉപയോഗവും ഇല്ല. ഇത് അന്ന് പഠിക്കേണ്ട കാര്യമാണ്. പക്ഷെ ലക്ഷ്യം എന്താണ്? ഡോക്ടർ ആവണം. അതിനുവേണ്ടി ഇപ്പം പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് കയറി പാസ്സായി ഓരോ ലെവലും പാസ്സായി പോയിട്ടേ ഇതിൽ ഉപയോഗമുള്ളൂ. അപ്പം അടുത്ത പ്രധാന കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഈ യൂട്യൂബിലോ ഇങ്ങനെയുള്ള ഫേസ്ബുക്കിലോ അല്ലെ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ ഈ വലിയ തലങ്ങൾ നിന്ന് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുന്നത് സമയം വേസ്റ്റ് എന്ന് ആദ്യം തിരിച്ചറിയണം. ഇത് വെറും വേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്, എക്സസൈസ് ഇതെല്ലാം വേസ്റ്റാണ്. കാരണം അടിസ്ഥാന ക്ലാസ്സുകളെ ആരും ജയിച്ചിട്ടില്ല. അപ്പൊ അടിസ്ഥാന ക്ലാസ്സുകൾ ജയിക്കാനായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങളത് കേൾക്കണം. അതിലൂടെ നിങ്ങളുടെ ജീവിതശൈലിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗൃഹസ്ഥ ജീവിതം എങ്ങനെ സക്സസ് ആക്കി പോസിറ്റീവാക്കി കൊണ്ടുപോകാം, അതിനുവേണ്ടി ആരെന്ത് പറയുന്നു അത് കേൾക്കണം, അത് ചെയ്യണം. അല്ലാതെ മറ്റു വലിയ തലങ്ങളും വലിയ രഹസ്യം ഭയങ്കരമായ കാര്യങ്ങളൊക്കെ കേട്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് കൊണ്ടാണ്, ഇതിലൊക്കെ പെട്ട് സംശയിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്നിലൂടെ ചില കാര്യങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഞാൻ രഹസ്യങ്ങൾ കുറെ പറഞ്ഞത്. അപ്പൊ ദൈവം തന്നെ പറഞ്ഞു, വലിയ വലിയ രഹസ്യങ്ങൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ ഉപയോഗമില്ല. കാരണം അടിസ്ഥാന ക്ലാസ്സുകൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇപ്പോൾ ഉള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ അവസ്ഥകളെ ജയിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇപ്പൊ പലരും എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ ഈ പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമില്ല. കാരണം ദൈവത്തിന് ഞാൻ പറഞ്ഞതുപോലെ അങ്ങേ മുതൽ താഴത്തെ നരകത്തിന്റെ അങ്ങേ മ്ലേച്ഛ തലത്തിൽ വരെ ആത്മാക്കൾ പോകും. പക്ഷെ നമ്മുടെ ചോയ്സ് ആണ് നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അടുത്തൊരു പോയിന്റ്. ഇത് മനസ്സിലാക്കാതെ ബാക്കി ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ആർക്കും വലിയ പ്രയോജനം വരില്ല. ഫസ്റ്റ് തിരിച്ചറിയേണ്ടത് നമ്മുടെ ആത്മാവ് ഈ ഏത് തരത്തിലോട്ടാണ് പോകേണ്ടത്, അതാണ് തിരിച്ചറിയേണ്ടത്. ഇത് പലർക്കും അറിഞ്ഞുകൂടാ, ഇത് ആർക്കും മനസ്സിലായിട്ടുമില്ല. അപ്പം ദൈവം എന്നോട് പറയുന്നു, അറിവുകൾ ഇങ്ങനെ കൊടുക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യം. അറിവുകൾ ഇങ്ങനെ കൊടുക്കുക. നിങ്ങൾ ഈ അറിവുകളെല്ലാം കേൾക്കുകയാണ്, എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പൊ വലിയ തലത്തിൽ പോകേണ്ട വ്യക്തിയും നരകം എന്ന് പറയുന്ന തലത്തിലൂടെ പോകേണ്ട വ്യക്തിയും ഇത് കേൾക്കും. അപ്പൊ എന്നിലൂടെ ഈ മെസ്സേജ് എല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരേപോലെയാണ് കേൾക്കുന്നത്. പക്ഷേ അപ്പൊ എന്റെ ഈ മെസ്സേജുകൾ കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾ വേണ്ട രീതിയിൽ താനെ വളർന്നോളും. ഇപ്പൊ വളരെ ഹൈ തലത്തിൽ പോകേണ്ട ആത്മാക്കൾക്ക് അത്രയും ഒരു വളർച്ച നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കും. കുറച്ചുകൂടെ ലോ തലത്തിലുള്ളവർക്ക് അത്ര, അങ്ങനെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആത്മാവിനൊരു വളർച്ച വരും. ഈ വളർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങളിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവ് കിട്ടും. കാരണം മുരടിച്ചിരിക്കുകയായിരുന്നു, മുകളിലോട്ട് കയറി. അപ്പൊ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും രീതിയിലൂടെ മറ്റു ആൾക്കാരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് റിജക്ഷൻ ഫീൽ ചെയ്യും. ഇത് ശരിയല്ലല്ലോ, അത് നിങ്ങൾ പോലും അറിയാതെ തന്നെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല, തൃപ്തി വരില്ല. അപ്പൊ അങ്ങനെ തൃപ്തി വരാത്ത കാര്യങ്ങൾ നിങ്ങൾ പിന്നെ മനസ്സിലാക്കണം. നമ്മുടെ വഴി അല്ലെ എന്റെ വഴി ഇയാൾ പറയുന്ന രീതിയിലല്ല.
ഇങ്ങനെ വേണം നിങ്ങൾ ഓരോന്നോരോന്ന് തിരിച്ചറിഞ്ഞ് വരാൻ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ശരിക്കും നിങ്ങളുടെ ആത്മാവിന് വേണ്ട കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് ഭയങ്കരമായ അട്രാക്ഷൻ ഫീൽ ചെയ്യും. ഈ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കേൾക്കണം. അത് കേട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ഇനി അഥവാ തെറ്റിപ്പോയെന്ന് വെച്ചോ, ഇത് നിങ്ങൾക്കായിട്ട് തോന്നിയ അട്രാക്ഷനാണ്, നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ച വന്നില്ല, പക്ഷെ നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നി, നിങ്ങളത് കേട്ട് അതേപോലെ ശ്രമിച്ചു, സക്സസ് ആണ്, നിങ്ങൾക്ക് കുഴപ്പമില്ല, കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളെ ആത്മാവ് ഈ പറയുന്ന പുള്ളി അല്ലെ ഈ പറയുന്ന കക്ഷിയുടെ റേഞ്ചിലേക്ക് പോകേണ്ട ആത്മാവാണ്. അപ്പൊ ആ പുള്ളിയെ നിയന്ത്രിക്കുന്ന ശക്തി ഏതാണോ, ഇപ്പൊ സൃഷ്ടാവ് ദൈവമാണെങ്കിൽ ഓക്കെ, അതല്ല മറ്റേതെങ്കിലും ശക്തികളാണെങ്കിൽ ആ ശക്തിയാണ് നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പുള്ളിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം, സൃഷ്ടാവ് ദൈവം എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്ന ശക്തി. അത് കാരണം എനിക്ക് വേറെ ഒരു ശക്തികളെ പുറകെ പോകാൻ എനിക്ക് അനുവാദമില്ല, എനിക്കത് പറ്റേയില്ല, എനിക്ക് താല്പര്യവും വരില്ല. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരൊറ്റ ഒരു മനസ്സ്, അതിനപ്പുറത്തോട്ട് ഒന്നും എന്റെ ഇതിലില്ല. ബാക്കി എന്തുണ്ടെങ്കിലും ഭൂമിയിൽ വന്ന അവതാര പുരുഷന്മാരാണെങ്കിലും മറ്റു പല ദേവന്മാരാണെങ്കിലും ആരായാലും അതെല്ലാം എന്റെ ആത്മാവിന്റെ വിശ്വാസത്തിൽ ഈ സൃഷ്ടാവൻ ദൈവത്തിന്റെ കീഴിലേ വരുള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ ഈ താഴെയുള്ള ഒരെണ്ണത്തിൽ ഞാൻ ആശ്രയിക്കില്ല. ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബിലും അതിലൊക്കെ കാണുമ്പോൾ അവർ ഈ ഭയങ്കരമായ സൃഷ്ടാവ ദൈവത്തെക്കുറിച്ചുള്ള ഈ കഥകളും കാര്യങ്ങളൊക്കെ അവർ പറയും. അത് പറയുന്നുണ്ട്, അവർക്കത് അറിയുകയും ചെയ്യാം. അറിവല്ലേ, അറിവ് ആർക്കും പറ്റും. ഇപ്പൊ എനിക്കും പല കാര്യങ്ങൾ ബുക്കിൽ നിന്നും അവിടെ നിന്ന് കേട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ തൊട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ അതേപോലെ അവരും പറയുന്ന ആൾക്കാരുണ്ട്, അനുഭവത്തിലൂടെ പറയുന്ന ആൾക്കാരുണ്ട്, ശരിക്കും സൃഷ്ടാവൻ ദൈവമായിട്ട് ലിങ്കുള്ള ആൾക്കാരുണ്ട്. എന്നാൽ മറ്റ് അദൃശ്യ ശക്തികളുമായിട്ട് ബന്ധം വെച്ചും കൊണ്ട് സൃഷ്ടാവൻ ദൈവത്തെക്കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ജീവിത രീതിയും ജീവിത ശൈലിയും നോക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയൊക്കെ ഏതെങ്കിലും ഒരു ദേവനെയോ ദേവിയിലോ ഒക്കെ ആയിരിക്കാം. നമ്മളത് പേഴ്സണലായിട്ട് ഇറങ്ങി ചെന്നാലേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷെ അറിവുകൾ ഇവര് ഈ കാര്യങ്ങളൊക്കെ പറയും, ഞാൻ പറയുന്നത് പോലെയും കാര്യങ്ങൾ പറയും. പക്ഷെ അവരുടെ വിശ്വാസവും അവരെ നിയന്ത്രിക്കുന്ന ശക്തി ഏതെന്ന് നമ്മൾ അവരെ കൂടുതൽ അടുത്തറിഞ്ഞാലേ നമുക്ക് പിടികിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളൊരാളുടെ പറയുന്ന കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് നമ്മൾ ആ പുള്ളിയുടെ പിറകെ അല്ലെ അത് വിശ്വസിച്ച് പോകുമ്പോൾ നിങ്ങളുടെ ആത്മാവിനറിയാം ഈ പുള്ളി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളി ശരിയാണോ തെറ്റാണോ അതോ കറക്റ്റ് വഴിയാണോ നിങ്ങളുടെ ആത്മാവിന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു റിജക്ഷൻ ഫീൽ ചെയ്യും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ആത്മാവിനത് ഇഷ്ടമില്ലെങ്കിൽ ആത്മാവ് തന്നെ അതിനെ മുടക്കും, എങ്ങനെയെങ്കിലും മുടക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് എതിരായിട്ട് നിങ്ങൾ ആത്മാവ് തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അങ്ങോട്ട് ആ വ്യക്തിയിലേക്കുള്ള അത് നിർത്തലാക്കി തരും. ഇല്ലെങ്കിൽ അതുവഴി പോകുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ ആത്മാവ് പോസിറ്റീവായിട്ട് പോകുന്ന നിൽക്കുന്നു വെച്ചോ. ഇപ്പൊ അയാളുടെ ആത്മാവ് നെഗറ്റീവിലേക്ക് പോകേണ്ട ആത്മാവാണ്, പക്ഷെ കാശിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അയാൾ ഇങ്ങനെ സൃഷ്ടാവാൻ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആത്മീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ ഇത് പുറമേ ഉള്ള കാര്യങ്ങൾ കേട്ട് നിങ്ങൾ അയാളിലേക്ക് ആകർഷിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പോസിറ്റീവിലേക്ക് പോകേണ്ടതെന്നും വഴി അതല്ല എന്നും അയാളെ നിയന്ത്രിക്കുന്ന ശക്തിക്കറിയാം. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നിങ്ങളെ അറ്റാക്ക് ചെയ്യുകയേ ചെയ്യുള്ളൂ. അതേസമയം നിങ്ങളുടെ കുടുംബത്തിലെ മറ്റു പലർക്ക് ചിലപ്പം ഭയങ്കരമായിട്ടുള്ള നേട്ടവും ഉയർച്ചയൊക്കെ അയാളിലൂടെ കിട്ടുമായിരിക്കാം. പക്ഷെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ലെവൽ അല്ലെ അതേപോലെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ലെവലിലേക്ക് പോകേണ്ട ആത്മാവാണെങ്കിൽ അവിടെ നിന്ന് പ്രശ്നങ്ങളെ വരുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാലും പിന്നെ അവിടെ നിർത്തിക്കളയണം. അപ്പൊ പ്രധാനപ്പെട്ട അടുത്ത ഒരു മർമ്മം അല്ലെ അടുത്തൊരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഏതെങ്കിലും ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ അറിവുകളാണ് കൊടുക്കുന്നത്, അല്ല എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞോന്നു ഞാൻ ഗുരുവായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെയൊന്നും എനിക്കില്ല. അറിവുകൾ തരുന്നു, ആർക്കോണോ എടുക്കാം ആർക്കോണോ തള്ളിക്കളയാം. അപ്പൊ അറിവ് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ആത്മാവ് ഒന്ന് പവർഫുൾ ആയി കഴിയും. അതായിട്ടുണ്ട്, മാറ്റമൊന്നുമില്ല, അതെനിക്ക് ഉറപ്പാണ്. ആ പവർഫുൾ ആയ ആത്മാവ് ഇനി നിങ്ങളകത്തിരുന്നും കൊണ്ട് പല വ്യക്തികളെയും റിജക്ട് ചെയ്യും. അവരുടെ പറച്ചിലും അവരുടെ രീതിയും ചിലതൊക്കെ കറക്റ്റ് ആണെങ്കിലും അങ്ങോട്ട് ഒരു തൃപ്തി വരില്ല. അപ്പൊ തൃപ്തി വരാത്ത വ്യക്തികളെ നിങ്ങൾ ഫുൾ ബ്ലോക്ക് ചെയ്യണം. പിന്നെ അത് കേട്ടോണ്ടിരിക്കുക. പിന്നെ നിങ്ങളത് ആ വ്യക്തിയെ നിങ്ങളുടെ ആത്മാവ് റിജക്ട് ചെയ്താലും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആധികാരികമായി പറയുന്നല്ലോ എന്നും പറഞ്ഞ് നിങ്ങളായിട്ട് കേട്ടോണ്ടിരുന്നാൽ നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റിവിറ്റി കുറഞ്ഞേ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഒന്നുകിൽ നിങ്ങളുടെ ആത്മാവ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ആ പുള്ളിയിലുള്ള നെഗറ്റീവ് നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊന്നും തിരിച്ചറിയില്ല. നിങ്ങൾ ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ ഇരുന്ന് കാര്യങ്ങളെല്ലാം കേട്ടെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കൊള്ളണം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ തടസ്സങ്ങളോ ഒക്കെ നിങ്ങൾ വീട്ടിൽ വരാം, ഇല്ലെങ്കിൽ ആകെ ഒരു നിരാശ വിഷമം വരാം, ഇല്ലെങ്കിൽ ശരീരവേദന തലവേദന മുതലായ അങ്ങനത്തെ ഫീലുകൾ വരാം. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തൃപ്തിയില്ല, റിജക്ട് ചെയ്തിട്ടും
പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളായിട്ട് ആകർഷിച്ച് കേട്ടോണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ദോഷമായി വരും. അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ കേട്ട് മനസ്സിലാക്കി നിൽക്കുന്ന വ്യക്തികൾക്ക് ശരിയും തെറ്റും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അവിയൽ പരുവത്തിലായി പോകുമ്പം നിങ്ങൾക്ക് വളർന്നു വരാനും പറ്റൂല. കാരണം നിങ്ങൾ പോലും അറിയാതെ തന്നെ ഈ അകത്ത് നിന്നുകൊണ്ട് രണ്ട് ഭാഗവും കിടന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ നിന്ന് വന്ന സാധനങ്ങളും പോസിറ്റീവിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും. ഈ പോസിറ്റീവിൽ നിന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ എന്റേത് മാത്രമായിരിക്കില്ല. എന്നെ പോലെ സൃഷ്ടാവ ദൈവത്തെ കുറിച്ച് പറയുകയും ആ ദൈവമായിട്ട് ബന്ധം വരുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾ കാര്യങ്ങൾ കേട്ട് ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ടാണ് നിങ്ങളിലേക്ക് ഫലിക്കണത്. കാരണം നിങ്ങളുടെ ആത്മാവ് പോസിറ്റീവ് ആണെങ്കിൽ അത് ആദ്യം ശ്രദ്ധിച്ചോളൂ. ഓരോ ആത്മാക്കൾക്ക് ഓരോ റേഞ്ചാണ്. ഇപ്പൊ ചില ആത്മാക്കൾക്ക് ഇപ്പൊ യൂട്യൂബിൽ അവിടെ കയറി കാണുന്ന ഏതെങ്കിലും വേഷധാരികളായിട്ടുള്ളവര് അവരുടെ ചില പെട്ടെന്ന് അസുഖം മാറ്റിത്തരും, അത് ചെയ്തിരുന്നൊക്കെ പറയുന്ന വ്യക്തികളിലേക്ക് ചില കാശ് കൊടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ അതിൽ തുടരണം. കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നിങ്ങൾക്കത് പോരാ എന്ന് തോന്നിയാലേ അത് മതിയാക്കാവൂ. അതുവരെ അത് തുടരണം. കാരണം അതായിരിക്കും നിങ്ങളുടെ വഴിയെങ്കിൽ ചിലപ്പോൾ ആ പുള്ളി പോകുന്ന ആ വഴിയിലായിരിക്കും നിങ്ങളുടെ ആത്മാവിന്റെ പോക്കെങ്കിൽ നിങ്ങളുടെ ആത്മാവ് തൃപ്തിയോടെ അതിൽ തന്നെ തുടരാൻ ഉള്ളിൽ നിന്ന് അനുവദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ തൃപ്തി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് അനുഭവത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ശരി ഏത് തെറ്റേത്. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ യോഗ അഭ്യാസങ്ങൾ അതൊക്കെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ മരുന്ന് ചികിത്സ ഇതൊക്കെ തെറ്റാണല്ലോ. തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊന്നും ഈ സത്യയുഗത്തിലില്ല. ഇതൊക്കെ കലിയുഗത്തിൽ വരുന്ന കഷ്ടങ്ങളും പ്രശ്നങ്ങളും ആരോഗ്യ വിഷയങ്ങളൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് യോഗീശ്വരന്മാര് അന്നിരുന്ന് ധ്യാനിച്ച് മനസ്സിലാക്കി. അപ്പം ധ്യാനിച്ചെടുക്കുമ്പോൾ അവർക്ക് ആ പ്രതിവിധികൾ ദൈവത്തിൽ നിന്ന് തന്നെ വരും. ചിലപ്പോൾ പോസിറ്റീവ് എന്നായിരിക്കും കാര്യം പറഞ്ഞു കൊടുക്കുന്നത്, നെഗറ്റീവ് ശക്തികൾ വന്ന് കാര്യം പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കൂടെ തിരിച്ചും മറിച്ചും അവർക്ക് കിട്ടും. അവർ എഴുതി വെക്കും. പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും. കാരണം ഏത് ശക്തിയാണ് വന്നത് പറഞ്ഞു കൊടുക്കുന്നത്, ആ ശക്തിയുടെ ഇഷ്ടാനുസരിച്ച് ഒരാൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ശക്തി ആ വ്യക്തിയുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇപ്പം ഒരു ശക്തി വന്നിട്ട് ഇന്ന യോഗയുടെ ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ശരീരത്തിൽ ഇന്ന മാറ്റം വരും, അല്ലെങ്കിൽ ഇന്ന അസുഖം മാറും എന്ന് ഒരാൾക്ക് കിട്ടി. അയാളത് എഴുതി വെച്ചു, അത് ശിഷ്യരെ പഠിപ്പിച്ചു. ആ ശിഷ്യർ അത് ചെയ്താൽ അയാൾക്കത് പറഞ്ഞു കൊടുത്ത ആ അദൃശ്യ ശക്തിയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ ഓക്കെ ആക്കി കൊടുക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയി വന്നിരിക്കും, മാറ്റമൊന്നുമില്ല. അതിൽ നോക്കിക്കൊള്ളണം. അങ്ങോട്ട് ആ ശക്തിക്കിലേട്ട് അല്ലെ ആ ശക്തിയിലൂടെ പോകേണ്ട ഒരു തലത്തിലേക്ക് പോകേണ്ട വ്യക്തികൾക്ക് ആ ശക്തി കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതിനെക്കാട്ടി വലിയ ഒരു ആത്മാവ് ആണ് നമ്മൾ ആത്മാവെങ്കിൽ നമുക്ക് അതിലോട്ട് താല്പര്യം തോന്നേയില്ല. നമ്മൾ ചെയ്താൽ പോലും നമുക്ക് അതിലൂടെ ഒരു പ്രയോജനം വരെയില്ല. അപ്പൊ ഇത് അവരവർ തീരുമാനിക്കണം. അപ്പൊ ഇത് എങ്ങനെ തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ അനുഭവിച്ച് വേണം തീരുമാനിക്കാൻ. ഇപ്പൊ സംശയമുണ്ട്, അത് കൊള്ളാമോ ഇത് കൊള്ളൂലേ എന്ന് തോന്നുന്നിടത്ത് നിങ്ങൾ അത് ശ്രമിച്ചു നോക്കണം, ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കണം തൃപ്തിയുണ്ടോ ഇല്ലയോ. എന്നെ ദൈവം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഇന്ന് തെറ്റ് ഇന്ന് ശരി എന്നല്ല. ഇതിന് ഇങ്ങനെ ഒരു വശമുണ്ട്, ഇതിന് ഇങ്ങനെ വശമുണ്ട്. ഇതിൽ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണം. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം കാണും. പക്ഷെ എന്നാലും അത് അപ്പൊ ഞാൻ അങ്ങോട്ട് ശ്രമിച്ചു നോക്കും. അപ്പൊ ദൈവം എൻ്റെ അടുത്ത് നോ പറയൂല. കാരണം അതും ദൈവത്തിന്റെ ആണല്ലോ. ഈ തലം മാറിപ്പോയെന്നല്ലേ ഉള്ളൂ. ഇതെല്ലാം ദൈവത്തിന്റെ തന്നെ. ദൈവത്തിന്റെ അല്ലാത്ത ഒരു സാധനം പ്രപഞ്ചത്തിൽ ഇല്ല. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ തന്നെ. പക്ഷെ എന്റെ ആത്മാവിന് അത് വേണോ എന്നുള്ളതാണ് വിഷയം. അപ്പൊ പോയി നോക്കാൻ പറയും. അപ്പൊ ഞാൻ വലിയ താല്പര്യത്തിൽ പോകുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടും തടസ്സങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ എനിക്ക് എന്നെ പിടികിട്ടും ഇത് എനിക്കുള്ള വഴിയല്ല. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് പോകില്ല. ഇങ്ങനെയാണ് എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പം ഇതിലൂടെ ഞാൻ ചോദിച്ചെടുക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ട് എനിക്ക് ശരിയാകുന്നില്ല? അപ്പം ഞാൻ പോകേണ്ട തലത്തിൽ ഇതിന്റെ ആവശ്യമില്ല. അപ്പം ഇതും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ? കാര്യം എന്റെ ഈ കാര്യങ്ങൾ കേൾക്കുന്ന വ്യക്തികളിൽ ചിലപ്പോൾ ഒരു 100 പേര് ഞാൻ പോകുന്ന തലത്തിൽ പോകേണ്ട വ്യക്തികളായിരിക്കാം. അപ്പൊ അവർക്കുള്ള അറിവും കൊടുക്കണ്ടേ? ഇപ്പൊ എനിക്കത് അറിഞ്ഞൂടല്ലോ. ഇപ്പൊ എന്റെ അടുത്ത് പേഴ്സണലായിട്ട് ഒരാൾ സംസാരിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എനിക്ക് ആ വ്യക്തിയുടെ അടുത്തുള്ളത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ തുടങ്ങാത്തത്. കാര്യം ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ താഴെത്തട്ടിൽ പോകേണ്ട വ്യക്തികളും ഏറ്റവും ഹൈ തട്ടിൽ പോകേണ്ട വ്യക്തികളും എല്ലാം ഗ്രൂപ്പിൽ കാണും. അപ്പൊ ഒരാളൊരു സംശയം ചോദിച്ചാൽ എനിക്ക് സംശയം എങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അപ്പം താഴെത്തട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി ആയിരിക്കില്ല മുകൾ തട്ടിലുള്ളവർക്ക്. അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഇത് പറ്റാത്ത അനേകർ അതിൻ്റെ അകത്ത് നിന്ന് വിഷമിക്കും. അപ്പൊ അത് കാരണം എനിക്ക് ഇന്നതുപോലാണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വശങ്ങളും കൂടെ ചേർത്ത് ഇങ്ങനെ മെസ്സേജായിട്ട് കൊടുക്കുമ്പോൾ
അവരവർക്ക് വേണ്ടതും അവരവരുടെ തലങ്ങളും അവരവർ തന്നെ കണ്ടുപിടിച്ച് അവരുടെ മനസ്സിന്റെ തൃപ്തി വെച്ച് കണ്ടുപിടിച്ചെടുക്കുക. കാരണം എന്റെ അടുത്ത് ചില കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആ അസുഖങ്ങൾ വരുന്നതും അല്ലെങ്കിൽ കഷ്ടങ്ങൾ വരുന്നതെല്ലാം അത് അനുഭവിച്ച് കർമ്മഫലം തീരുന്നതാണ് എന്ന് പറയുന്നത് ഒരു വലിയ തലമാണ്. ഇത് ആരും അങ്ങനെ അനുഭവിക്കാൻ വേണ്ടി തയ്യാറായി ഒന്നും കൊടുക്കൂല. പലരും എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു അസുഖം വന്നാൽ പോലും ചികിത്സിക്കാൻ താല്പര്യമില്ല, മരണഭയം ഇല്ല എന്നൊക്കെ പറയുന്ന പലരും വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവരും ഉണ്ട്. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലിയ തലങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ചെറിയ തലമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ യോഗയാണെങ്കിലും അല്ലെ മറ്റ് ഓരോരോ ക്ലെൻസിങ്ങും മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് പല പല ചികിത്സാ രീതികൾ പറയുന്നുണ്ടല്ലോ. ഇതിൽ കുറെ പോസിറ്റീവ് ഉണ്ട്, കുറെ നെഗറ്റീവ് ഉണ്ട്. കാരണം സൃഷ്ടി ഒഴിച്ച്, പ്രപഞ്ചത്തിൽ സൃഷ്ടി ഒഴിച്ച് ബാക്കി സകല കാര്യങ്ങളും പോസിറ്റീവ് ശക്തികൾക്കും ഒരേപോലെ പറ്റും, നെഗറ്റീവ് ശക്തികൾക്കും ഒരേപോലെ പറ്റും. അതായത് അസുര ശക്തികൾക്കും ഒരേപോലെ കഴിവുണ്ട്, പോസിറ്റീവ് ശക്തികൾക്കും ഒരേപോലെ കഴിവുണ്ട്. പോസിറ്റീവ് ശക്തികൾ പ്രവർത്തിക്കണോ ആ ശക്തിയുടെ ഇഷ്ടം അനുസരിച്ച് ഭൂമിയിൽ ജീവിച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളിലൂടെ പോസിറ്റീവ് പ്രവർത്തിക്കും. ഇതേ കാര്യങ്ങൾ, ഇതേ ചികിത്സയും ഇതേ കാര്യങ്ങൾ തന്നെ നെഗറ്റീവ് ശക്തികൾ ഭൂമിയിൽ അതേപോലെ ചെയ്യും. പക്ഷെ ഈ ചെയ്യുന്ന വ്യക്തികളുടെ ജീവിത രീതിയും പഠിപ്പിക്കുന്ന ഗുരുവിന്റെ ജീവിത ശൈലിയൊന്നും അന്നുള്ള ഗുരുക്കന്മാരെ പോലെ ആയിരിക്കില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ഞാൻ ഈ പറയുന്നതാണ് അറിവെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ശരിക്കും ഈ കാര്യങ്ങളെല്ലാം പോസിറ്റീവാണോ നെഗറ്റീവാണോ. കാരണം ഒരു വിഷയമോ പ്രശ്നമോ വന്ന് ജനങ്ങൾ കഷ്ടപ്പെട്ട് കരഞ്ഞു വിളിച്ച് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അന്നത്തെ കാലത്ത് നല്ല ഇപ്പോഴും ദൈവമേ ദൈവമെന്ന് വിളിക്കുന്നവരാരും സൃഷ്ടാവ ദൈവത്തെ മനസ്സിലാക്കിയോ അറിഞ്ഞുകൊണ്ടല്ല വിളിക്കുന്നത്. ദൈവമേ ദൈവമേനെ ഏതോ ശക്തിയിലെടുത്തോ എവിടെയൊക്കെയോ പോയി കിടന്ന് ചുമ്മാ ഇവിടുന്ന് വിളിക്കുന്നു. കാര്യം ദൈവം അതാണോ ഇതാണോ എന്നുള്ള ഓട്ടത്തിലാണ് ജനങ്ങൾ. പക്ഷെ എല്ലാരെയും പോയി വിളിക്കുന്നത് ദൈവമേ ദൈവമേ. അപ്പൊ ഇത് ദൈവം കേട്ടോണ്ടിരിപ്പുണ്ട്, ദൈവം അറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇതെല്ലാം നമ്മളിലൂടെ, നമ്മൾ എവിടെയൊക്കെ പോകണോ എവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്നില്ല, ദൈവം നമ്മളിലൂടെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു ശക്തി വന്ന് ഈ മനുഷ്യന് അതിനുള്ള പ്രതിവിധിയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് ദൈവത്തിൽ നിന്നുള്ള ശക്തി തന്നെയാണ്. അസുര ശക്തിയാണെങ്കിലും ദൈവത്തിന്റെ മക്കളല്ലേ, പോസിറ്റീവ് ശക്തിയിലാണെങ്കിലും ദൈവത്തിന്റെ മക്കൾ തന്നെ. ആരെങ്കിലും വന്ന് എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പോട്ടെ, എന്തായാലും മനുഷ്യന്റെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടല്ലോ. ഞാൻ നിന്റെ നേരത്തെ ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ധ്യാന കേന്ദ്രത്തിൽ അവിടെ അത്ഭുതങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ ഓടുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ശക്തികളായിരിക്കും അവന്റെ അത്ഭുതം കൊടുത്ത് അവന്റെ പ്രശ്നം മാറ്റി കൊടുക്കുന്നത്. പക്ഷെ ദൈവം എന്ത് പറയും ചിന്തിക്കും, നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ്, അവന്റെ നിലവിളി തീർന്നല്ലോ, അവന്റെ കരച്ചിൽ ഒന്ന് ഒതുങ്ങിയല്ലോ തൽക്കാലം. ഇനി ഏതെങ്കിലും വഴി കൂടെ അറിവ് കൊടുക്കാൻ നോക്കാം. അപ്പൊ അറിവ് കിട്ടിയിട്ട് അവൻ ആ പോക്ക് നിർത്തിക്കോളും. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പൊ നെഗറ്റീവും പോസിറ്റീവ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവന്റെ വേദനയും വെപ്രാളവും ഇവന്റെ ഉള്ളിലൂടെ ഒക്കെ ദൈവത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ദൈവത്തിന് അവനെ എങ്ങനെ രക്ഷിച്ചേ പറ്റൂ. ഇവനാണെങ്കിൽ അറിവും കിട്ടുന്നില്ല, നേരെ വണ്ണം ദൈവത്തിലോട്ട് പോകുന്നതുമില്ല, പോസിറ്റീവായി ജീവിക്കുന്നുമില്ല. അപ്പൊ നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് ഏതെങ്കിലും വഴി കൂടെ അവനൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് പ്രപഞ്ചം അങ്ങനെ കരുതും, അത്രേ ഉള്ളൂ. അതല്ല പോസിറ്റീവായിട്ടൊന്നും അല്ല ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്നെല്ലാം കിട്ടുന്നത്. നെഗറ്റീവ് ആയാലും ദൈവം ചെയ്യേണ്ടതെല്ലാം സമയം ചെയ്യും. അപ്പൊ ഈ വിധ അറിവുകൾ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഇനി ഇതൊക്കെ മനസ്സിലാക്കി അവനവൻ അറിഞ്ഞ് ശരിക്കും ദൈവത്തെ തിരിച്ചറിഞ്ഞ് ഇതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി വേണം ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എങ്കിലേ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിക്ക് ജയിച്ച് സത്യയുഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പണ്ടത്തെ പോലെ എങ്ങനെ ഇപ്പൊ ഒരു പൊട്ടക്കണ്ണൻ മാങ്ങ എറിഞ്ഞ് 5 മാങ്ങ വീഴുന്നു എന്നൊരു കഥ പറഞ്ഞിട്ടില്ലേ. അവൻ പൊട്ടക്കണ്ണനാണ്, കല്ലെടുത്തൊരു എറിഞ്ഞു 5 മാങ്ങ വീണു എന്ന് പറഞ്ഞാൽ അത് അവന്റെ കഴിവല്ല. അതുപോലെ ഇത്രയും നാളും അവരവരുടെ കഴിവിലല്ല ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അറിവില്ലായ്മയിൽ മനുഷ്യൻ എന്തൊക്കെ കാണിക്കുന്നു, അയ്യോ പാപം തോന്നി. ആ ദൈവത്തിന്റെ മക്കളാണല്ലോ, ഇവനത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ഏതെങ്കിലും ശക്തിയിലൂടെ ദൈവം അവന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പൊ യോഗയാണെങ്കിലും മറ്റുള്ള ചികിത്സാ രീതിയാണെങ്കിലും ആയുർവേദം എന്താണെങ്കിലും. പക്ഷെ ഇനി അതല്ല, ഇതിന്റെയൊക്കെ പിന്നിലെ സത്യങ്ങളും കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അവനവന്റെ ആത്മാവിന് വേണ്ടത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകണം. കാര്യം ഇനി ജന്മങ്ങളില്ല, ഇപ്പം മാക്സിമം മോക്ഷപ്രാപ്തിയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇനി അറിവില്ലാതെ പോയാൽ അടുത്ത ജന്മം കൊടുത്ത് ബാക്കി പഠിപ്പിക്കാനുള്ള കാലഘട്ടങ്ങൾ ഇല്ല ഇനി. അതുകൊണ്ടാണ് എല്ലാ അറിവും ഇപ്പം നൽകുന്നത്. ഇനി അവനവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മാക്കളെ നമ്മൾ തന്നെ മനസ്സിലാക്കി എത്തേണ്ട രീതിയിൽ എത്തിക്കേണ്ടതുപോലെ എത്തിക്കുക. അല്ലാതെ ഇന്നതാണ് തെറ്റ്, ഇന്നതാണ് ശരി, അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെ ഇല്ല എന്ന് ആദ്യം തിരിച്ചറിയണം. അവരവരുടെ ആത്മാക്കൾക്ക് ഇതിൽ ഏതിലാണോ തൃപ്തി, ഏത് വഴിയാണോ കാര്യങ്ങൾ ഓക്കെയായി സ്മൂത്തായി പോകുന്നത്, അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങോട്ട് ആത്മാവ് പോകും എന്ന് വിശ്വസിക്കുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.